വത്തിക്കാന്റെ നിലപാട്. ഇതേ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലും പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. ചിക്കാഗോയിലെ ലത്തീൻ അതിരൂപതയുടെ കീഴിൽ നാം അപേക്ഷിച്ചതിൻ പ്രകാരം 1983 ക്നാനായ മിഷൻ അനുവദിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതര സീറോ മലബാർ രൂപതകളിൽ ചേർന്ന് വിവാഹിതരായ ഏതാനും ക്നാനായക്കാർ അമേരിക്കയിലെ ക്നാനായ മിഷനിൽ തങ്ങൾക്കും അംഗത്വം വേണമെന്ന വാദവുമായി ചിക്കാഗോ ലത്തീൻ അതിരൂപതയെ സമീപിക്കുകയും അവരുടെ അവകാശവാദം ക്നാനായക്കാരുടെ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കാതെ ചിക്കാഗോ ലത്തീൻ അതിരൂപത അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയിൽ സീറോ മലബാർ രൂപത അനുവദിച്ചപ്പോൾ ക്നാനായ കത്തോലിക്കർക്കായി പ്രത്യേക ഇടവകകൾ അനുവദിച്ചു നൽകുന്നതിന് നിർദ്ദേശവും നൽകി. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലെ ക്നാനായ മക്കളുടെ കൂട്ടായ്മ നിലനിർത്തുന്നതിനും അവർ സഭാപരമായി ചിതറിപ്പോകാതിരിക്കുന്നതിനുമായി അങ്ങാടിയാത്തു പിതാവിന് നൽകപ്പെട്ട നിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്നാനായ ഇടവകകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് അഭിവന്ദ്യ കുന്നശ്ശേരി പിതാവ് അദ്ദേഹവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണ രൂപപ്പെട്ടു. ക്നാനായക്കാർ അല്ലാത്തവർ ആരെയും ക്നാനായ മിഷനിൽ ഉൾപ്പെടുത്താതെ ക്നാനായ ഇടവകകൾ സ്ഥാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ക്നാനായക്കാരല്ലാത്തവർക്ക് ക്നാനായ ഇടവകകളിൽ അംഗത്വം ഉണ്ടാവില്ല എന്നും ധാരണയുണ്ടായിരുന്നു. ഇതനുസരിച്ച് വടക്കേ അമേരിക്കയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്നാനായ ഇടവകകൾ സ്ഥാപിക്കപ്പെട്ടു. ക്നാനായക്കാർ അല്ലാത്തവർ ഒരാൾ പോലും ഈ മിഷനുകളിൽ ഇന്നും അംഗങ്ങളായിട്ടില്ല. കുടുംബത്തിന്റെ ഐക്യം പ്രധാനം. അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ക്നാനായ ഇടവകകൾ ക്നാനായ സമുദായത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങൾക്കു മാത്രം ക്നാനായ ഇടവകയിൽ അംഗത്വം നൽകിയാൽ മതിയെന്നും തങ്ങളുടെ ജീവിത പങ്കാളികൾക്കും മക്കൾക്കും ക്നാനായ ഇടവകയിൽ അംഗത്വം വേണ്ട എന്നും പറഞ്ഞിരുന്നവർ തങ്ങളുടെ കുടുംബത്തിന്റെ ഐക്യത്തിനു വേണ്ടി കുടുംബം മുഴുവനെയും ക്നാനായ ഇടവകയിൽ ചേർക്കണമെന്ന ആവശ്യവുമായി അഭിവന്ദ്യ അങ്ങാടിയാത്തു പിതാവിനെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടു. മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ആലഞ്ചേരി പിതാവുമായും അഭിവന്ദ്യ അങ്ങാടിയാത്തു പിതാവുമായും 2014 സിനഡിന്റെ അവസരത്തിൽ അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് നടത്തിയ ചർച്ചയിൽ റിസ്ക്രിപ്റ്റിലൂടെ പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ തന്റെ ജനത്തോട് ആവശ്യപ്പെട്ടാൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അഭിവന്ദ്യ കുന്നശ്ശേരി പിതാവുമായും മുൻപുണ്ടാക്കിയ ധാരണയ്ക്കപ്പുറം പോകുന്നത് ശരിയല്ലെന്നും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ അന്ന് സാധിച്ചു. അഭിവന്ദ്യ ആലഞ്ചേരിയിൽ പിതാവും അഭിവന്ദ്യ അങ്ങാടിയാത്തു പിതാവും അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് അവതരിപ്പിച്ച വാദങ്ങൾ അംഗീകരിച്ചതിന്റെ ഫലമായി ഈ 3 പിതാക്കന്മാരും ഒരുമിച്ച് ഒപ്പുവെച്ച ആ തീരുമാനം ആധികാരികമായി രേഖയാകുകയും ചെയ്തു. ഈ 3 പിതാക്കന്മാരും എടുത്ത തീരുമാനത്തിന്റെ തുടർച്ചയായി അഭിവന്ദ്യ അങ്ങാടിയാത്തു പിതാവ് ഒരു പുതിയ സർക്കുലർ ഇറക്കി ചിക്കാഗോ സീറോ മലബാർ രൂപതയിൽ അത് നിയമമാക്കി. ക്നാനായ മിഷനിൽ ക്നാനായക്കാർ മാത്രം എന്ന ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ ക്നാനായ മിഷനുകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്നാനായക്കാർ വത്തിക്കാനിലേക്ക്. വത്തിക്കാന്റെ അംഗീകാരം. ക്നാനായക്കാർ അല്ലാത്തവർ ഉൾപ്പെടുന്ന കുടുംബങ്ങളെയും ക്നാനായ ഇടവകയിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നതും മുഖ്യമായും ക്നാനായേതര വിവാഹം കഴിച്ചവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ ഒരു സംഘടനയാണ് കാന. ക്നാനായ സമുദായത്തിന് പുറത്ത് വിവാഹം കഴിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ക്നാനായ മിഷനിൽ അംഗത്വം ലഭിക്കുന്നില്ലെന്ന് അഭിവന്ദ്യ അങ്ങാടിയാത്തു പിതാവിന്റെ സർക്കുലറിലൂടെ വ്യക്തമായതോടെ അവർ വത്തിക്കാനിലേക്ക് വീണ്ടും നിരന്തരം പരാതികൾ അയക്കുവാൻ തുടങ്ങി. തുടർന്ന് ഇക്കാര്യം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കാനഡയിലെ പെംബ്രോക്ക് രൂപതാ ബിഷപ്പ് മൈക്കൽ മുൾഹാൾ മെത്രാനെ 2015 വത്തിക്കാൻ ചുമതലപ്പെടുത്തി. കാനാക്കാരുടെ നിരന്തര പരാതികളുടെയും ഈ പഠനത്തിന്റെയും തുടർച്ചയായി ക്നാനായ മിഷനിൽ ക്നാനായേതര വിവാഹം കഴിച്ചവരുടെ കുടുംബം മുഴുവനെയും ചേർക്കണമെന്ന് 2017 പൗരസ്ത്യ തിരുസംഘം തീരുമാനമെടുത്തു. അത് നമ്മുടെ ക്നാനായ സമുദായത്തിൽ വലിയ കോളിളക്കത്തിന് കാരണമായി. അഭിവന്ദ്യ അങ്ങാടിയാത്തു പിതാവിനെയും അഭിവന്ദ്യ പണ്ടാരശ്ശേരി പിതാവിനെയും അമേരിക്കയിൽ നിന്നുമുള്ള പ്രതിനിധികളെയും കൂട്ടി ഉടൻ തന്നെ അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് പൗരസ്ത്യ തിരുസംഘത്തെ സന്ദർശിച്ച് ഇപ്രകാരമൊരു തീരുമാനത്തിന്റെ പോരായ്മയും ഈ തീരുമാനത്താൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളും അവരെ ബോധ്യപ്പെടുത്തി. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ ക്നാനായക്കാരല്ലാത്തവരെയും ക്നാനായ ഇടവകയിൽ ചേർക്കണമെന്ന തീരുമാനം പൗരസ്ത്യ തിരുസംഘം മാറ്റുകയും ക്നാനായ ഇടവകകളുടെ വ്യക്തിഗത അജപാലന സ്വഭാവം അംഗീകരിച്ചു നൽകുകയും ചെയ്തു. 2017 കത്തിന്റെ സാംഗത്യം. സീറോ മലബാർ സഭയുടെ അജപാലന പരിധിക്ക് പുറത്ത് താമസിക്കുന്ന ക്നാനായക്കാരുടെ മേലും കോട്ടയം അതിരൂപതയുടെ അജപാലനാധികാരം വ്യാപിപ്പിക്കണമെന്ന അപേക്ഷയുമായി കോട്ടയം അതിരൂപത മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ നേതൃത്വത്തിൽ റോമിനെ സമീപിച്ചപ്പോൾ അതിനു നൽകിയ മറുപടിയിൽ കോട്ടയം അതിരൂപത മെത്രാനെ ലോകം മുഴുവനിലും വസിക്കുന്ന ക്നാനായ കത്തോലിക്കരുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ കേന്ദ്രബിന്ദുവായി അംഗീകരിക്കുകയും
ക്നാനായക്കാരുടെ സാംസ്കാരിക ഐക്യത്തിനായി പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. കോൺഗ്രിഗേഷന്റെ അടിസ്ഥാന നിലപാട് മാറ്റമില്ലാതെ തുടരുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ സ്വവംശ വിവാഹനിഷ്ഠയുടെ പാലനവും സഭാജീവിതവും തമ്മിൽ നിങ്ങളുടെ അജപാലന പരിധിക്കുള്ളിൽ വളർന്നു വന്നിട്ടുള്ള ബന്ധം നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ വസ്തുതാപരമായി തുടരാമെങ്കിലും ഇതര സ്ഥലങ്ങളിൽ അത് അനുവദനീയമല്ല.